ഇപ്പോൾ സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം തുടരുകയാണ്. എന്തായാലും സ്വർണ്ണ വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ നമ്മോടൊപ്പം സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മാർക്കോസ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, നമസ്കാരം. സ്വർണം വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് വലിയ ആശ്വാസം പകർന്നാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ വിലയിടിവ് തുടരുന്നത്. 2 ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ ദൃശ്യമാകുന്നത് വലിയ തിരുത്തലാണ്. വില താഴേക്ക് പോയതോടെ ഉപഭോക്താക്കൾക്കിടയിലും സ്വർണം വാങ്ങാനുള്ള താല്പര്യം വർദ്ധിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വിപണിയിൽ എത്രത്തോളം ഉണർവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? സ്വർണം വാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള എൻക്വയറികൾ ഉണ്ടാവുന്നതിനപ്പുറത്തേക്ക് സ്വർണം വാങ്ങാനായിട്ട് പ്രിയത്തോടുകൂടി ആളുകൾ എത്തുന്ന ആ ഒരു റൊട്ടീനിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ആളുകൾ ആശങ്കപ്പെടുന്നത് സ്വർണ്ണവില കൂടുതൽ താഴേക്ക് പോകും എന്നുള്ള ആശങ്കയുള്ളതിനാൽ സ്വർണം വിൽക്കുന്നതിനെ സംബന്ധിച്ചാണ് ആളുകൾ കൂടുതലായി തിരക്കുന്നത്, ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തുന്നത്. അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ സ്വർണ്ണവില വീണ്ടും താഴേക്ക് കൂപ്പുകുത്തും എന്നുള്ള തരത്തിൽ നിലവിൽ വാർത്തകളൊക്കെ വരുന്നതുകൊണ്ട് ആ വാർത്തയെ ആശ്രയിച്ചിട്ട് ആളുകൾ മാറി ചിന്തിക്കുന്ന ഒരു ട്രെൻഡാണ്. ആളുകൾ ഇനിയും വീണ്ടും താഴേക്ക് സ്വർണ്ണവില പോകും എന്ന് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത്. അതുപോലെ വിൽക്കാനുള്ള ആളുകൾ വളരെ ആശങ്കപ്പെട്ട് വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. പക്ഷെ അവരും ഇനിയും കൂടിയാലോ എന്നുള്ള ഒരു കാരണം കൊണ്ട് അവരും മടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. അതുമാത്രമല്ല, ആഗോള വിപണിയിൽ സ്വർണ്ണവില വലിയ തകർച്ചയാണ് നേരിടുന്നത്. ശരിക്കും സ്വർണ്ണവില 80,000-ലേക്കോ അതോ 90,000-ലേക്കോ അല്ലെങ്കിൽ 50,000-ലേക്കോ എത്താൻ സാധ്യത ഇപ്പോൾ നിലവിലുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് സ്വർണ്ണവില കൂപ്പുകുത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു വേവ് അനുസരിച്ച് അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് എവിടെ വരെ താഴേക്ക് പോകുമെന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല. ശരിക്കും ഈ സ്വർണ്ണവില കുറയാൻ ആരംഭിച്ചത് യുദ്ധം, പശ്ചിമേഷ്യൻ യുദ്ധം നടക്കുന്നു. അതിനെ തുടർന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിന് വില വർദ്ധിക്കുന്ന ഒരു ട്രെൻഡ് വന്നു. അതിനെ തുടർന്ന് ആളുകൾ നിക്ഷേപത്തിന്റെ രീതി ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ള ചേഞ്ചുകൾ ഉണ്ടായതാണ് സ്വർണത്തിന് വില ആദ്യത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ കുറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ യുദ്ധം ഏകദേശം ഒരു സമാധാനത്തിന്റെ പാതയിലേക്കൊക്കെ എത്തുന്ന ഒരു കാഴ്ച കാണുന്നു. പക്ഷെ അത് ആ സമയത്തും സ്വർണ്ണവില കൂടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സ്വർണ്ണവില കൂടുന്നതിന് പകരം അമേരിക്കയുടെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ അവരുടെ ചർച്ചകൾ ആഗോളതലത്തിൽ നടക്കുകയാണ്. അപ്പൊ അതിനെ തുടർന്ന് സ്വർണ്ണവില കൂപ്പുകുത്തുന്ന തരത്തിലേക്ക് മാറ്റമുണ്ടാവാൻ കാരണം ഡോളറിന്റെ വില സ്ഥിരപ്പെടുകയും ഡോളർ വില ഉയരുകയും ചെയ്ത ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ കൂടുതലായി ഡോളറുകൾ വാങ്ങി സൂക്ഷിക്കുന്നതിന് ഡോളറിലേക്ക് നിക്ഷേപിക്കുന്നതിന് വൻതോതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ചെറിയ രീതിയിലല്ല, വൻകിടക്കാരായിട്ടുള്ള ബിസിനസ്സുകാര് വലിയ ആളുകളൊക്കെ വലിയ തോതിൽ ഡോളറുകൾ വാങ്ങിക്കൂട്ടി ഡോളറിലേക്ക് നിക്ഷേപം മാറ്റുന്നു. ആ ചേഞ്ചാണ് ഇപ്പൊ പെട്ടെന്ന് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോ 2-3 ദിവസമായി വലിയ രീതിയിൽ സ്വർണ്ണവില താഴേക്ക് പതിക്കുന്നതിന് ഇത് കാരണമായി. ഇത് നിലവിലെ ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും താഴേക്ക് കൂപ്പുകുത്തും. അതേസമയം എന്തെങ്കിലും ചേഞ്ചുകൾ വന്ന് ഈ ട്രെൻഡ് മാറാനായിട്ട് അധികം സമയം വേണ്ട. ആ ട്രെൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ആ ചേഞ്ച് ഉണ്ടായി വീണ്ടും സ്വർണത്തിലേക്ക് ആളുകൾ നിക്ഷേപം ചെയ്യുന്ന തരത്തിലേക്ക് ട്രെൻഡിൽ മാറ്റം ഉണ്ടാവുകയും ഡോളറിന് ഡിമാൻഡ് കുറയുകയും ചെയ്താൽ സ്വർണ്ണവില തിരിച്ച് കൂടാനുമുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.